ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനയെ വധിച്ചുവെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. മുജ്തബയെ തീർത്തുവെന്നും ഇനി യുദ്ധം അവസാനിപ്പിക്കാമെന്നുമുള്ള ചിന്തയിൽ നിൽക്കുന്ന അമേരിക്കയ്ക്ക് മുട്ടൻ പണി നൽകിയിരിക്കുന്നത് റഷ്യയാണ്. മുജ്തബയുടെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ലെന്നും അദ്ദേഹം സുരക്ഷിതനായി ഇറാനിലുണ്ടെന്നും തെളിവ് സഹിതം റഷ്യ പുറത്തുവിടുമ്പോൾ അമേരിക്കയ്ക്ക് മറുപടിയില്ല. ഇനി ഏത് പേര് പറഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന ചിന്ത ട്രംപിനെ വലയ്ക്കുന്നുണ്ട്. മുജ്തബ ഖമനയെ അവസാനിപ്പിച്ചുവെന്നും ബോംബാക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും 3 ആഴ്ചയ്ക്ക് മുൻപാണ് അമേരിക്ക അവകാശപ്പെട്ടത്. ഈ അവകാശവാദം പൊള്ളയാണെന്ന് പറയുന്ന റഷ്യ അതിന് തെളിവുകളും നിരത്തിക്കഴിഞ്ഞു. മുജ്തബയുടേതെന്ന പേരിൽ വിവിധ പ്രസ്താവനകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നതാണ് അമേരിക്ക പറയുന്നത്. ഇത് ലോകത്താകമാനം കിംവദന്തികൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഇതിനിടെയാണ് മുജ്തബയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളുമായി റഷ്യൻ പ്രതിനിധി രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ മകനാണ് അയത്തുള്ള മുജ്തബ ഖമനയി. ഫെബ്രുവരി 28-ന് US-ഇസ്രായേൽ സഖ്യം ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടതോടെയാണ് മകൻ മുജ്തബ പുതിയ നേതാവായി പ്രഖ്യാപിക്കപ്പെട്ടത്. എന്നാൽ അദ്ദേഹത്തിന്റെ നിലവിലെ അവസ്ഥ ഇപ്പോഴും അവ്യക്തമാണ്. പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഒരിക്കൽ പോലും പൊതുവേദികളിൽ വന്നിട്ടില്ല. രഹസ്യ താവളങ്ങളിൽ ഇരുന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം ഇറാനിലെ ജനങ്ങളുമായി സംവദിക്കുന്നത്. ഇതാണ് അമേരിക്ക മുജ്തബയെ വധിച്ചുവെന്ന് അവകാശപ്പെടാൻ പ്രേരിപ്പിച്ചത്. മുജ്തബയുടേത് എന്ന പേരിൽ മാർച്ച് 12-ലെ പ്രസ്താവനയും മാർച്ച് 20-ലെ നൗറൂസ് സന്ദേശവും ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെയാണ് പുറത്തുവിട്ടത്. ഇത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയും അദ്ദേഹം എവിടെയാണ് ഉള്ളത് എന്നതിനെക്കുറിച്ചും കൂടുതൽ സംശയങ്ങൾക്ക് ഇടവെച്ചിരുന്നു. യുദ്ധത്തിനിടെ അദ്ദേഹത്തിന് പരിക്കേറ്റുവെന്നും പിന്നീട് മരിച്ചുവെന്നുമാണ് US അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പരസ്യമായി സംശയം പ്രകടിപ്പിച്ചതും നമ്മൾ കണ്ടു. ഇതിനിടെയാണ് മുജ്തബയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇറാനിലെ റഷ്യൻ അംബാസിഡർ അലക്സി ദെദോവ് രംഗത്തെത്തിയത്. റഷ്യൻ മാധ്യമമായ RTVIയോട് സംസാരിക്കവെയാണ് ദെദോവ് മുജ്തബ ഇപ്പോഴുള്ള സ്ഥലത്തെക്കുറിച്ച് സുപ്രധാന വിവരം പങ്കുവച്ചത്. പരമോന്നത നേതാവ് ഇറാനിലുണ്ടെന്നും നമുക്കെല്ലാം മനസ്സിലാക്കാവുന്ന ചില പ്രത്യേക കാരണങ്ങളാൽ അദ്ദേഹം തൽക്കാലം പൊതുവേദികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മുജ്തബ ഇറാനിൽ തന്നെയാണ് ഉള്ളതെന്നും ചികിത്സയ്ക്കായി അദ്ദേഹം വിദേശത്തേക്ക് പോയിട്ടില്ലെന്നും ദെദോവ് പറഞ്ഞു. പുതിയ നേതാവ് രാജ്യത്ത് തന്നെ ഉണ്ടെന്നും സുരക്ഷാ കാരണങ്ങളാലാണ് അദ്ദേഹം പൊതുപരിപാടികൾ ഒഴിവാക്കുന്നതെന്നും ഇറാനിയൻ നേതൃത്വം ആവർത്തിച്ചു പറഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം മുജ്തബ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇറാന്റെ നേതൃത്വത്തിനുമേൽ അദ്ദേഹത്തിന് പൂർണ്ണ നിയന്ത്രണം ഉണ്ടായേക്കില്ലെന്നാണ് ഇസ്രായേൽ US ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ഇറാന്റെ യഥാർത്ഥ അധികാരം നിലവിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കയ്യിലാണെന്ന് ഇസ്രായേലിൽ ദ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെയും റഷ്യ ഖണ്ഡിക്കുന്നുണ്ട്. നേരത്തെ യുദ്ധത്തിൽ സാരമായി പരിക്കേറ്റ മുജ്തബയെ ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് റഷ്യൻ വിമാനം റഷ്യയിൽ ലാൻഡ് ചെയ്തുവെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നു. ഇസ്രായേൽ റഡാറുകളെ കബളിപ്പിച്ച് വിമാനം റഷ്യയിൽ മുജ്തബയുമായി ലാൻഡ് ചെയ്തുവെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. മുജ്തബ ഖമനയുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. മുജ്തബയുടെ സന്ദേശങ്ങൾ പുറം ലോകത്തെത്തിക്കുന്നത് IRGC ഉദ്യോഗസ്ഥരാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. നേരത്തെ മുജ്തബ ജീവനോടെ ഇല്ല എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. മുജ്തബയുടെ ആരോഗ്യനിലയെക്കുറിച്ച് US പലപ്പോഴായി പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ആദ്യം ഗുരുതരമായി പരിക്കേറ്റ് ശരീരത്തിന്റെ രൂപം തന്നെ മാറിപ്പോയെന്നുവരെ US ആരോപിച്ചിരുന്നു. USഉം ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിലാണ് മുജ്തബയ്ക്കും പരിക്കേറ്റതെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ മകനും ഭാര്യയും കൊല്ലപ്പെട്ടിരുന്നു. അലി ഖമനയിക്ക് പിന്നാലെ മുജ്തബയെ പരമോന്നത നേതാവായി ഇറാൻ അവരോധിച്ചിരുന്നു. എന്നാൽ സ്ഥാനാരോഹണത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളോ വീഡിയോകളോ പുറത്തു വന്നിരുന്നില്ല. പകരം എഴുതി തയ്യാറാക്കിയ പ്രസ്താവനയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടെ മുജ്തബ ജീവനോടെ ഇല്ല എന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. അത്തരം ഊഹാപോഹങ്ങളെ കാറ്റിൽ പറത്തിയാണ് റഷ്യ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്.